ഹലോ, ഇന്ന് M3 ചാപ്റ്റർ 1 അതായത് അക്കൗണ്ടിങ് ഫണ്ടമെൻ്റൽസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. അതൊരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുക. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റൊക്കെ ചെയ്യുന്നതിന് ഒരു ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ്സിലെയോ നടക്കുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടിങ്ങിൻ്റെ സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ദാറ്റ് ഹെൽപ്പ് എ ബിസിനസ് കീപ് ട്രാക്ക് ഓഫ് മണി, വാട്ട് കംസ് ഇൻ ആൻഡ് വാട്ട് ഗോസ് ഔട്ട്. അതായത് എന്താണ് ഇങ്ങോട്ട് വരുന്നത്, എന്താണ് പോകുന്നത്, അത് ഇൻകമും എക്സ്പെൻസും എന്താണെന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിലുള്ളൊരു പ്രോസസ്സായിട്ട് നടക്കുന്നത്. ഓക്കെ, ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് അവിടെ പറയുന്നുണ്ട്. അതായത് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. അതെന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് റിട്ടേൺ റെക്കോർഡ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. അത് റെക്കോർഡ് ഫോർമാറ്റിൽ റിട്ടേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുക. പിന്നെ ക്ലാസിഫൈ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ട്രാൻസാക്ഷൻ ഇൻറ്റു കാറ്റഗറൈസ്. അതായത് നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, നമ്മൾ എഴുതിയിട്ടുള്ള ട്രാൻസാക്ഷന് ഗ്രൂപ്പ് ചെയ്യുക. അതായത് എന്തൊക്കെയായിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക? സെയിൽസ് ആയിട്ട്, പർച്ചേസ് ആയിട്ട്, സാലറി ആയിട്ട്, റെൻ്റ് ആയിട്ട്, അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ, അതായത് ക്ലാസിഫയിങ് എന്നുള്ള ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ലൈക്ക് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള റിപ്പോർട്ട്, അതായത് നമ്മൾ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക. അതായത് ബാലൻസ് ഷീറ്റ് പോലെ നമ്മൾ എക്സ്പെൻസ്, ലയബിലിറ്റീസ്, അസറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. പിന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ് അതിലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നൊക്കെ ആയിട്ട് അത് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാം. പിന്നെ ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞാൽ അനലൈസിങ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ബിസിനസ് പെർഫോമൻസ്. അതായത് നമ്മൾ ആ ബിസിനസ് ലെവൽ അളക്കണമെങ്കിൽ, അതിൻ്റെ പെർഫോമൻസ് അളക്കണമെങ്കിൽ നമ്മൾ ആ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോണത്, അതായത് നമ്മുടെ ബിസിനസ് ഇപ്പോൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഒക്കെ നോക്കേണ്ടതൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് നോക്കി, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി, പിന്നെ ഇനി എന്താണ് നോക്കേണ്ടത്, അത് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്താണ് മെയിനായിട്ടുള്ള പർപ്പസുകൾ എന്നുള്ളത്. എന്താണ് ടു നോ പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് നമുക്ക് പ്രോഫിറ്റോ ലോസോ അറിയണം. പിന്നെന്താണ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, നമുക്ക് എന്താണ് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്. പിന്നെ ടു ഹെൽപ്പ് ഡിസിഷൻ മേക്കിംഗ്, അതായത് നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഇത് യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഡ്രോപ്പ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടു കീപ്പ് ലീഗൽ ആൻഡ് ടാക്സ് റെക്കോർഡ്സ്, അതായത് നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാനും അതിൻ്റെ റെക്കോർഡ്സുകൾ നമുക്ക് അത് ലീഗലായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ അക്കൗണ്ടിങ്
കൊണ്ട് ഉപയോഗമാണ്. ടു കൺട്രോൾ ആൻഡ് മാനേജ് ബിസിനസ് ആക്ടിവിറ്റീസ്. അതേപോലെ നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചസുകൾ ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്താണ് ഫിനാൻഷ്യൽ? റെക്കോർഡ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനെയും റെക്കോർഡ് ചെയ്യാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. ഇപ്പം എന്താണ്? പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതൊക്കെ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. അതായത് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മെയിനായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസാണ്. പിന്നെ ഷോസ് പ്രോഫിറ്റ്, ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ്റെ പ്രോഫിറ്റും ലോസും ഷോ ചെയ്യുക. അങ്ങനെ ഈ പർപ്പസുകളൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഹെൽപ്പ് കൺട്രോൾ ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുക. പിന്നെ എന്താ? യൂസ്ഫുൾ ഫോർ മാനുഫാക്ചറിങ് കമ്പനീസ്. അതായത് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് മെയിനായിട്ട് യൂസായിട്ട് വരുന്നത് എന്താണ്? നമ്മൾ മാനുഫാക്ചറിങ് കമ്പനീസ്, അത് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസുകളാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. കാരണം അവരുടെ ആ പ്രൊഡക്ഷൻ്റെ കോസ്റ്റാണ് മെയിനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ആ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ അതായത് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിനുള്ള കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുകയൊക്കെയാണ് ഈ കോസ്റ്റ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാനുഫാക്ചറിങ് കമ്പനീസിനാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്നതും യൂസ് ചെയ്യുന്നതും അവർ തന്നെ മെയിനായിട്ട് ചെയ്യുന്നതും മാനുഫാക്ചറിങ് കമ്പനീസ് തന്നെയാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ട് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഫോർ മാനേജറിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇതിൻ്റെ ആ ഫിനാൻഷ്യൽ മാനേജറിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. പിന്നെ ഹെൽപ്പ് വിത്ത് ബഡ്ജറ്റിംഗ്, പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അതായത് ഒരു അക്കൗണ്ടിങ് ബഡ്ജറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? മാനേജ്മെൻറ്റ്. എങ്ങനെയൊക്കെയാണ് ഈ അക്കൗണ്ട് ബഡ്ജറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പ്ലാനിങ് നടത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടതൊക്കെ എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പോസിബിളായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും എന്താണ് ഡിഫറൻസ്? എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ്? ഇപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബേസിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഓൾ ഡെയിലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതായത് ഡെയിലി പ്രോസസ്സുകൾ, ഡെയിലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് റൈറ്റിംഗ് സെയിൽസ്, പർച്ചേസ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇതിൽ എന്തൊക്കെയാണ്? നമ്മൾ സെയിൽസ് റൈറ്റ് ചെയ്യാൻ, അത് പർച്ചേസ് ചെയ്യാൻ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് നടത്താൻ, അതായത് ഒരു അക്കൗണ്ടിങ്ങിൽ സെയിൽസ് നടത്താൻ, പർച്ചേസ് നടത്താൻ, അതിൻ്റെ റെസിപ്റ്റുകളൊക്കെ നമ്മൾ സെയിൽസിൻ്റെയും പർച്ചേസിൻ്റെ റെസിപ്റ്റിൻ്റെയൊക്കെ അക്കൗണ്ടുകൾ നമ്മളതിൽ എഴുതി വെക്കണം. ഓരോ ദിവസത്തെയും ഡെയിലി ട്രാൻസാക്ഷൻ അവിടെ നടക്കുക. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്സ്. അതായത് ഈ അക്കൗണ്ടിങ്ങിൽ നടത്തുന്ന ഒരു ഫസ്റ്റ് പ്രോസസ്സും കൂടെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് ഈസ് ദ ബ്രോഡർ കൺസെപ്റ്റ് ദാറ്റ് ഇൻക്ലൂഡഡ് ബുക്ക് കീപ്പിംഗ് ആൻഡ് ആൾസോ ഇൻവോൾവ് ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. അതായത് ഇതിൽ നമ്മൾ ബുക്ക് കീപ്പിംഗ് മാത്രമല്ല ഇതിലുള്ളത്, അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻ്റർപ്രറ്റിങ്ങും കൂടെ നടത്തുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസുകളൊക്കെ ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് നടത്തുന്നത്. ഇതിലെന്താണ്, നമ്മളെ ബുക്ക് കീപ്പിങ്ങും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്പ് ഇൻ പ്രിപ്പയറിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇത് മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും, പിന്നെ എന്താണ് അവിടെ ഒരു മാനേജ്മെൻറ്റിന് ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്താനൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷനാണ് ഈ അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് മെയിനായിട്ട് ബുക്ക് കീപ്പിങ്ങിലും അക്കൗണ്ടിങ്ങിലും ഉള്ളത് നോക്കാം. ബുക്ക് കീപ്പിംഗ് നമ്മൾ റെക്കോർഡ് ചെയ്യാണ്, അക്കൗണ്ടിങ്ങിൽ ശരിക്കും നമ്മൾ അനലൈസ് ചെയ്യാണ്. പിന്നെ ബുക്ക് കീപ്പിംഗ് റൂട്ടീൻ ആണ്, ഇൻ്റർപ്രറ്റീവ് ആണ്. പിന്നെ ബുക്ക് കീപ്പിംഗ് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ ഈ ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജ് ആണ് അക്കൗണ്ടിങ് ആണ് എന്നുള്ളത്. പിന്നെ ബുക്ക് കീപ്പിങ്ങിൽ റോ ഡാറ്റകൾ ഉണ്ട്. പിന്നെ അക്കൗണ്ടിങ്ങിൽ എന്താണ് പ്രോസസ്ഡ് ഡാറ്റകളാണ്, അതായത് റോ ഡാറ്റ ഡെയിലി ആയിട്ടുള്ള എല്ലാ ഡാറ്റകളും അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഡാറ്റകളാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളത് അക്കൗണ്ടിങ് സൈക്കിൾസുകളാണ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സൈക്കിൾ? ഫസ്റ്റ് വണ്ണാണ് ജേണൽ പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഓൺ ഡെയിലി ബേസിക്സ് ആർ ഫസ്റ്റ് റെക്കോർഡ് ഇൻ ബുക്ക് നോൺ ആസ് എ ജേണൽ. അതായത് ഡെയിലി ബേസിക്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ലെഡ്ജർ പറഞ്ഞാൽ then these transactions are grouped by transferring to concerned account known as ledger account. അതായത് ഓരോ ട്രാൻസാക്ഷൻസും ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിച്ച് എഴുതുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറഞ്ഞത്. ഇതിനെ ഈ നടത്തുന്ന പ്രോസസ്സിനെ നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫറിനെ നമ്മൾ പോസ്റ്റിംഗ് എന്നും കൂടെ പറയുന്നുണ്ട്. ഈ സ്റ്റെപ്പ് 3 അതിൽ ട്രയൽ ബാലൻസ്. എന്താണ് ട്രയൽ ബാലൻസ്? അറ്റ് ദ എൻഡ് ഓഫ് പീരിയഡ് ലെഡ്ജർ അക്കൗണ്ട് ആർ ബാലൻസ് ആൻഡ് എ സമ്മറി ഈസ് പ്രിപ്പയർഡ് നോൺ ആസ് ട്രയൽ. അതായത് ഈ ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ, അതായത് ഒരു എൻഡ് ഓഫ് പീരിയഡിൽ, ഇപ്പം നമ്മളൊരു ബിസിനസ് പീരീഡ് എന്നാൽ ഒന്നെങ്കിൽ 6 months ആയിരിക്കാം, അല്ലെങ്കിൽ 1 year ആയിരിക്കാം. അങ്ങനെ ഓരോ പീരിയഡുകൾ ഉണ്ടാവും ബിസിനസ്സിന്. അധികവും 6 പീരിയഡിലാണ് ഒരു ബിസിനസ് പീരീഡായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില ലോങ് പീരീഡുകളാണെങ്കിൽ 1 വർഷം വരെ മാക്സിമം അവർ ബിസിനസ് പീരീഡായിട്ട് കണക്കാക്കും. അപ്പം ഈ ഓരോന്നിൻ്റെ എൻഡ് ഓഫ് പീരിയഡിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് സമ്മറൈസ് ചെയ്തു, എന്നിട്ട് അതിനെ ഒരു ട്രയൽ ബാലൻസ് ആയിട്ട് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. അത് സമ്മറൈസ് ചെയ്തിട്ട് അതിനെ ട്രയൽ ബാലൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതായത് നമ്മൾ ഈ ട്രയൽ ബാലൻസിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ചെയ്തിട്ട് ആ പ്രോഫിറ്റും ലോസും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മളതൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അങ്ങനെ ആ ട്രയൽ ബാലൻസിൽ നിന്ന് എടുത്ത ഡാറ്റകൾ ഒക്കെ നമ്മൾ എന്തായിരിക്കും, അത് കൺക്ലൂഡഡ് ആയിട്ട് ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും
ഷോസ് വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓൺ പെർട്ടിക്കുലർ, അതായത് നമ്മൾ ഒരു ടോട്ടൽ അസറ്റ് അതായത് ലയബിലിറ്റീസ് ഒക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഇട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ബാലൻസ് ഷീറ്റ് ക്യാരിഡ് ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ ആൻഡ് ഓൾ പ്രോസസ് റിപ്പീറ്റഡ് ഫോർ ദ ഇയർ. ഇവിടെ എന്താ പറയണത് വെച്ചാൽ നെക്സ്റ്റ് ഇയറിൽ ഓരോ ഇയറിലും നമ്മൾ ഈ ബാലൻസ് ഷീറ്റിൻ്റെ ഇത് നമ്മൾ ഓരോ ഇയറും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണെന്ന്. അതായത് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ്. അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്, അതായത് നമ്മൾ പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും സമ്മറൈസ് ചെയ്യാനുമാണ് എന്താണ് അക്കൗണ്ടിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് to maintain systematic record, to determine profit and loss, to ascertain financial position, to provide information to management, to provide information to stakeholders, to assist in budgeting and forecasting, to ensure compliance with the laws, to detect and prevent errors and frauds, to facilitate comparisons, to provide evidence in court. ഇനിയിപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അതായത് ഫസ്റ്റ് വൺ ആണ് ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക്. എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതാവുക, അതായത് അക്കൗണ്ടിങ് ഹെൽപ്സ് കീപ്പിംഗ് പ്രോപ്പർ ആൻഡ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഫോർ ഓൾ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിലും അക്കൗണ്ടിങ്ങിൽ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് റെക്കോർഡ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പറയണത്. എന്താണ് ടു ഡിറ്റർമിൻ പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മൾക്ക് ഇതിൽ നിന്ന് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്താണ് പ്രോഫിറ്റും ലോസും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് ഹെൽപ്പ് ഇൻ ഫൈൻഡിങ് ഔട്ട് ദ പ്രോഫിറ്റ് ഏൺ ഓർ ലോസ് ഇൻകർഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡിലുള്ള പ്രോഫിറ്റും ലോസും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. പിന്നെ ടു സർട്ടൻ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മൾ ബിസിനസ് ഇപ്പം എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താണ് ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ്, അതായത് ഇത് മാനേജ്മെൻറ്റിൻ്റെ നമുക്ക്, അതായത് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ കുറച്ച് പാർട്ടീസുകളുണ്ടാവും, മാനേജ്മെൻറ്റ് പാർട്ടീസുകൾ, അതായത് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഇൻഫോർമേഷന് ഇതാക്കാനും വേണ്ടിയിട്ട് അവർക്ക് പ്ലാൻ ചെയ്യണം, അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനോ, പിന്നെ എങ്ങനെ അവർക്ക് ബിസിനസ് എങ്ങനെ കൺട്രോൾ ചെയ്യാനൊക്കെ അതിനും വേണ്ടിയിട്ട് അവർക്ക് പറ്റും. ഈ ഇൻഫോർമേഷനിലൂടെ അവർക്ക് സാധിക്കാൻ കഴിയും. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, ബിസിനസ് തുടങ്ങുമ്പോൾ കുറച്ച് ആൾക്കാർ ഇതിലേക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പങ്ക് ഇതിലേക്ക് നമുക്ക് തരുകയൊക്കെ ചെയ്യും. അപ്പം അവർക്ക് ബോധിപ്പിക്കാനും വേണ്ടിയിട്ട്, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാനും വേണ്ടിയിട്ട് നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ് ടു അസിസ്റ്റൻറ്റ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റ്, അതായത് പാസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഹെൽപ്പ് ഇൻ പ്രിപ്പയറിങ് ബഡ്ജറ്റ് ആൻഡ് മേക്കിംഗ് ഫ്യൂച്ചർ പ്രൊഡക്ഷനും വേണ്ടിയിട്ട് ഇതിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ
നമുക്ക് അക്കൗണ്ടിങ്ങിൽ ബഡ്ജറ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഇതിൽ നമുക്ക് ബഡ്ജറ്റ് ഫോർകാസ്റ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് അസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഡാറ്റ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യും. പിന്നെ എന്താണ് ടു എൻഷുർ കംപ്ലൈൻറ്റ്സ് വിത്ത് ലോസ്. അതായത് നമുക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലോസ് വന്ന് അപ്പോൾ എങ്ങനെയാണ് ലോസ് വന്നത്, ഇപ്പോൾ നമുക്ക് കുറേ ലയബിലിറ്റീസുകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് കുറേ ബാധ്യതകളൊക്കെ വരുമ്പോൾ അങ്ങനെ കൊടുക്കാതെ വരുമ്പോൾ അവരായിട്ട് കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ തരും. അപ്പോൾ നമുക്ക് നമ്മളെ ഈ ലീഗൽ റിക്വയർമെൻറ്റിനും അതായത് പിന്നെ അവരുടെ റിപ്പോർട്ട്, അതിപ്പോൾ നമ്മൾ ബിസിനസ്സിലായാലും നമുക്ക് നഷ്ടം വന്നില്ലെങ്കിൽ പോലും ലാഭം വന്നാൽ പോലും നമ്മൾ ലീഗലായിട്ട് അവർക്ക് കുറേ ഇതൊക്കെ ടാക്സുകൾ കാര്യങ്ങളൊക്കെ അടക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് ഓരോ അവരുടെ ആയിട്ടുള്ള ലോയും കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ എന്താ ഡിക്റ്റേറ്റ് ആൻഡ് പ്രിവെൻറ്റ് ഇറർ ആൻഡ് ഫ്രോഡ്സ്. അതായത് നമ്മൾ പ്രോപ്പർ അക്കൗണ്ടിങ് റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇറേഴ്സ് കണ്ടെത്താനും അതേപോലെ ഫ്രോഡ് ആൻഡ് ഇറഗുലാരിറ്റീസ് ഒക്കെ കണ്ടെത്താനൊക്കെ. കാരണം ഈ എംപ്ലോയീസിൽ എന്തെങ്കിലും ഇതൊക്കെ വരുത്തണമെങ്കിലൊക്കെ നമുക്ക് അവരെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിലൊക്കെ നമുക്ക് ഈ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. അതായത് ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് ഡിഫറെൻറ്റ് പീരിയഡ് ക്യാൻ ബി കമ്പയർഡ് ടു മെഷർ ഗ്രോത്ത്, പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി. അതായത് ഓരോ പീരീഡിലും ഇപ്പോൾ ഫസ്റ്റ് പീരീഡിൽ ഇത്ര എമൗണ്ട് നമുക്ക് ലാഭമായിട്ട് വന്നു, പിന്നെ സെക്കൻഡിൽ നമുക്കത് കുറഞ്ഞു, അപ്പോൾ അതിനുള്ള കാരണം എന്തൊക്കെയാണ് ഒക്കെ മനസ്സിലാക്കാനും അത് ഒക്കെ നമുക്ക് എന്താണ് കമ്പാരിസൺ നടത്താനും വേണ്ടി നമുക്ക് ഏത് ഇയറിലാണ് പ്രശ്നം പറ്റിയത്, ഏത് ഇയറിൻ്റെ നോക്കിയിട്ടാണ് നമുക്ക് ഇത് വന്നത്, അപ്പോൾ നമുക്ക് എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടത് ഒക്കെ നോക്കാനൊക്കെ വേണം. കമ്പാരിസന് നമുക്ക് എവിടെയാണ് ഫോൾട്ട് വന്നതൊക്കെ നമുക്ക് ഇതിന് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെന്താണ് ടു പ്രൊവൈഡ് എവിഡൻസ് ഇൻ കോർട്ട്. ഞാൻ പറഞ്ഞു നേരത്തെ പോലെ ലോസിൽ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ലീഗൽ എവിഡൻസ് ഇൻ ഡിസ്പ്യൂട്ട് ഓർ കോർട്ട് കേസസ്. അതായത് നമുക്ക് കോർട്ട് കേസസുകൾ എന്തെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്താണ് എവിഡൻസ് വേണം കോർട്ടിൽ. അപ്പോൾ ഇത് പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് അക്കൗണ്ടൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ എവിഡൻസ് അവിടെ സമർപ്പിക്കാനും പറ്റും. ഓക്കെ, ഇനി അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയാം. അത് തന്നെ മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, ഹെൽപ്പ് ഇൻ കമ്പാരിസൺ ഓഫ് റിസൾട്ട്. ഇതൊക്കെ നമ്മൾ മേലെ പറഞ്ഞത് തന്നെ കേട്ടോ. ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഗുഡ് എവിഡൻസ് ഇൻ കോർട്ട്, പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓപ്പറേഷൻസ്, പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പേഴ്സൺ, ഹെൽപ്പ് ഇൻ റൈസിങ് ലോൺസ്. നമുക്ക് ലോൺസ് കാര്യങ്ങൾ കാരണം നമുക്ക് എമൗണ്ട് മതിയാവാതെ വരുമ്പോൾ നമുക്ക് ലോണുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഒരു അക്കൗണ്ട് ഇപ്പം ഇത്രത്തോളം നമുക്ക് വരവുണ്ട്, ഇത്രത്തോളം നമുക്ക് ചിലവുകളുണ്ട് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അവിടെ അവതരിപ്പിച്ചാൽ അവർ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് കാര്യങ്ങളും തരും. കാരണം നമുക്ക് ഇത്രത്തോളം ചിലവ് ചെയ്താൽ നമുക്ക് ഇത്രത്തോളം വരവ് വരും, അതായത് നമുക്ക് ഇത്രത്തോളം ലാഭം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മളെ ഇതുണ്ടാവും. അപ്പം നമുക്ക് എന്താണ് ഇനിയിപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് നമുക്ക് ഈ വരവും കൂടി വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള എമൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ വാലുവേഷൻ ഓഫ് ബിസിനസ്, നമ്മൾ ബിസിനസ് വാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെൽപ്പ് ഇൻ കംപ്ലൈൻറ്റ് ടാക്സേഷൻ മാറ്റേഴ്സ്, ടാക്സേഷൻ മാറ്റേഴ്സിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പം നമ്മൾ ബിസിനസ്സിൽ ഏറെ വരും, നമ്മൾ ബിസിനസ്സിൻ്റെ ലാഭത്തിലേറെയൊക്കെ നമുക്ക് ടാക്സ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലാഭത്തിനനുസരിച്ചിട്ടാണ് അവർ ടാക്സ് കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ അതിനേറെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി എമൗണ്ട് കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഈ അക്കൗണ്ടിങ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാനുണ്ട്. അതിൽ ഹിസ്റ്റോറിക്കൽ
കോസ്റ്റിനനുസരിച്ചിട്ട്. അതായത് ആൾദോ അക്കൗണ്ടിങ് ഈസ് യൂസ്ഫുൾ ഇറ്റ് ഹാസ് അവർ ലിമിറ്റേഷൻ ദിസ് ലിമിറ്റേഷൻ അഫക്ട് കംപ്ലീറ്റൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. അതായത് നമുക്ക് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് കുറച്ച് ലിമിറ്റേഷൻസുകളുണ്ട്. അതാണ് നമുക്ക് നോക്കാനുള്ളത്. ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അതായത് അസറ്റ് ആർ റെക്കോർഡഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ്. ഇവിടെ ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നത് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. അപ്പം എന്താണ് അസറ്റ് റെക്കോർഡ് ഒറിജിനൽ, അതായത് അസറ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ കോസ്റ്റിലാണ്. അതായത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂവിലാവില്ല അസറ്റ് റെക്കോർഡ്. ദിസ് മേ നോട്ട് ഷോ ദ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് ചിലപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് നടക്കൂല. പിന്നെന്താണ് ഇഗ്നോസ് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ്. അതായത് ക്വാളിറ്റീവ് ഇൻഫോർമേഷൻസ് നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടി വരും. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അതായത് ഇതിൽ മെഷറബിൾ ഡാറ്റ മാത്രം, അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. ക്വാളിറ്റീവ് ഫാക്ടർ ആയിട്ടുള്ള എംപ്ലോയി സ്കില്ല്, കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ആൻഡ് ബ്രാൻഡ് വാല്യൂ ഒന്നും ഇവിടെ റെക്കോർഡ് ചെയ്യൂല. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് അതായത് മെഷറബിൾ ആയിട്ടുള്ള ഡാറ്റകൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു ഒരു മൈനസ് പോയിന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഒന്നാണ് പോസിബിലിറ്റി ഓഫ് മാനിപ്പുലേഷൻ. അത് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഫിഗേഴ്സ് ക്യാൻ ബി മാനിപ്പുലേറ്റ് ത്രൂ വിൻഡോ ഡ്രസ്സിംഗ്, ഇൻകറക്റ്റ് എസ്റ്റിമേറ്റ് ഓർ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അതായത് ഇൻകറക്റ്റ് എസ്റ്റിമേറ്റിൽ, അതായത് ഒരു പേഴ്സണൽ ജഡ്ജ്മെൻറ്റിനനുസരിച്ചിട്ടായിരിക്കില്ല അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി ഈ എസ്റ്റിമേറ്റിൻ്റെ യൂസ് ഇവിടെ ലിമിറ്റേഷൻ. കാരണം മെനി ഐറ്റംസ്, അതായത് ഡെപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡിബേറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ ഒരു മനസ്സിൽ കണക്കാക്കണതൊന്നും ഒരു എസ്റ്റിമേറ്റ് ചെയ്യാണ്. നമുക്ക് ഇത്ര കിട്ടും, അത് എസ്റ്റിമേറ്റ്, അതൊരു എക്സാക്റ്റ് വാല്യൂ അല്ല. അപ്പം ഇത് ആക്യുറൻസി നമ്മൾ കുറക്കാനുള്ള സാധ്യത ആയിട്ട് വരും. അതിലൊരു എസ്റ്റിമേറ്റ് വാല്യൂ ആയിട്ട് അതിൽ വരുന്നില്ല. ഓക്കെ. പിന്നെ ഡസ് നോട്ട് കൺസിഡർ പ്രൈസ് ലെവൽ ചേഞ്ചസ്. അതായത് അക്കൗണ്ടിങ് അസ്യൂംസ് മണി വാല്യൂ ഈസ് കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് ഫോർ ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ. അതായത് ഈ ഇതിൽ നമ്മൾ ആ പ്രൈസ് ലെവൽ ചേഞ്ചസ്, അപ്പം നമ്മൾ ലാഭം വന്നാലും, അതായത് ആ മണി വാല്യൂവിൽ ചിലപ്പം എപ്പോഴും മണി വാല്യൂ കോൺസ്റ്റൻ്റ് ആയിക്കൊള്ളണം എന്നില്ല അല്ലേ. ഇപ്പം നമ്മളൊരു ഗോൾഡൊക്കെ ഇതാക്കുകയാണെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ആ ഗോൾഡിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വാല്യൂ ആവില്ല നമ്മൾക്ക് ഇപ്പോൾ റണ്ണിങ് ആയതുകൊണ്ട് നിൽക്കണത്. അപ്പോൾ അവിടെ ആ ചേഞ്ചസ് അവിടെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിലയ്ക്ക് നമ്മൾ അന്ന് കൊടുത്ത ആ ഗോൾഡ് തന്നെ ആയിരിക്കും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അവരവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ലിമിറ്റഡ് സ്കോപ്പ്, അതായത് അക്കൗണ്ടിങ് റെക്കോർഡ് ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, നോൺ ഫിനാൻഷ്യൽ ഇവൻറ്റ്, അതായത് സ്റ്റാഫ് മോറൽ, മാനേജ്മെൻറ്റ് എഫിഷ്യൻസി ആർ ഇഗ്നോർഡ്. അതായത് ഇപ്പം നമ്മളൊരു ബിസിനസ് വിജയിച്ചു പോകണമെങ്കിൽ എംപ്ലോയീസിൻ്റെ കഴിവുകളും അവരുടെ എഫിഷ്യൻസിയൊക്കെ ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടില്ല. ഓക്കെ, നോട്ട് ഫുള്ളി ആക്യുറേറ്റ്. ശരിക്കും ഇത് ആക്യുറേറ്റ് വരുന്നില്ല. എററും മിഷൻസ് ഇൻ റെക്കോർഡിംഗ് ഓർ പോസ്റ്റിംഗ് ക്യാൻ ബി അഫക്റ്റ് ആക്യുറസി ഓഫ് ദ എൻറ്റയർ അക്കൗണ്ട്. ഓരോ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ചില മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ശരിക്കും നമ്മൾ നല്ലൊരു അക്കൗണ്ടിങ്
നല്ലൊരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് അങ്ങനെ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് നല്ല അക്കൗണ്ടൻ്റാണ് എമൗണ്ട് പേയബിൾ ആയിട്ടുള്ള ആളെയും സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അത് അവർ പറയണത് അങ്ങനെയും വരാം, ചിലപ്പം കുറച്ച് ഇതിൽ എങ്ങനെ വന്നാലും കുറേ ഇത് വരാം എന്നാണ് അവർ പറയണത് ഒക്കെ. പിന്നെ ഫ്രോഡ് കനോട്ട് ബി ഫുള്ളി പ്രിവെൻറ്റഡ്, അതായത് ഫ്രോഡ്സുകളെ മൊത്തമായിട്ടും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി, അതായത് മെയിൻ സിസ്റ്റമാറ്റിക് അക്കൗണ്ട് റെക്കോർഡ് ടൈം, സ്കിൽഡ് സ്റ്റാഫ് ആൻഡ് കോസ്റ്റ്, അതായത് ടൈം കൺസ്യൂമിങ് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ കഴിയണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റേഷൻ. ഇതിൽ നമ്മൾ 3-4 പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള 3-4 പോയിന്റുകളൊന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വെക്കട്ടോ. അതിൻ്റെ ലിമിറ്റേഷൻസുകൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ചിലതൊക്കെ അവർ ഒരു അക്യുറേറ്റ് ആയിട്ടില്ലാത്ത പോയിന്റുകളാണ് അവർ പറഞ്ഞത്, ഇത് ആയിക്കോളണം എന്നില്ലാത്ത രീതിയിലാണ് അവർ അങ്ങനെ നിൽക്കുന്നത്. ഓക്കെ.